ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് പിടിയും വറുത്തരച്ച കോഴിക്കറിയുമാണ്. പിടിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷനാണ് വറുത്തരച്ച കോഴിക്കറി. ഇത് രണ്ടും കൂടെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പിടി കുക്ക് ചെയ്യാം, അതിനുശേഷം നമുക്ക് വറുത്തരച്ച കോഴിക്കറി ഉണ്ടാക്കാം. ഞാനിവിടെ ഗ്രേറ്റഡ് കോക്കനട്ട് 2 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത്, ഒരു 1/4 ടീസ്പൂണോളം ജീരകം കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. അരയ്ക്കേണ്ട കാര്യമില്ല. ഇനി ഇവിടെ ഞാൻ 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ ചതച്ചെടുത്ത തേങ്ങയും ജീരകവും കൂടി ചതച്ചെടുത്ത മിക്സ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളൊരു 5-10 മിനിറ്റ് എങ്കിലും മിനിമം ഇതൊന്ന് തിരുമ്മി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ തേങ്ങയും അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിത് കുറച്ച് നേരം, ഒരു 10 മിനിറ്റോളം നമുക്കിത് മാറ്റി വയ്ക്കണം. അന്നേരത്തിന് ഇത് നല്ല മയത്തിൽ വന്നോളും. ഇത് രണ്ടും കൂടെ മിക്സായി നന്നായിട്ട് സെറ്റായിട്ടിരുന്നോളും. കുറച്ച് നേരം മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന അരിപ്പൊടി ഇട്ടൊന്ന് ചൂടാക്കണം. ഒത്തിരി നേരം ഇട്ട് റോസ്റ്റ് ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നമ്മുടെ ഇത് ചൂടായി വരുമ്പോഴത്തേനും ഒരു നല്ല സ്മെല്ല് വരും. അരി ചൂടാവുന്ന അന്നേരം ഓഫ് ചെയ്യാം. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അതിലേക്ക് ഞാൻ ഒരു 8-9 സ്ലൈസ്ഡ് ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. അതുപോലെ വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഇത് നമുക്ക് അരിപ്പൊടി നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അരിപ്പൊടിക്കകത്ത് എത്ര ഉപ്പിട്ടിട്ടുണ്ടോ അതനുസരിച്ച് മാത്രമേ നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ ഉപ്പിടാൻ പാടുള്ളൂ. കൂടുതലായി പോവരുത് ഉപ്പ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് നമുക്ക് കുറച്ചായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കൈകൊണ്ട് ഇളക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു തവിയുടെ മറുഭാഗം വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൂടുതൽ വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ചായിട്ട് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് കൂടുതൽ ലൂസായിട്ട് പോകാൻ പാടില്ല. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ കുഴച്ച് നോക്കുകയും ചെയ്യാം. ഈ ഒരു പരുവത്തിനാകുന്നിടം വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് ശേഷം ഇത് നല്ല ചൂടാണ്, കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. കൈകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പാകം ആകുന്നിടം വരെയുള്ള ചൂടാവുന്നിടം വരെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കണം. കുറച്ചായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. നല്ല റൗണ്ട് ഷേപ്പിലുള്ള ചെറിയ ഉരുളകളാക്കി നമുക്കെടുക്കാം. അധികം വലുപ്പത്തിൽ ഉരുട്ടാതിരിക്കുകയാണ് നല്ലത്. ചെറിയ ഉരുളകളാക്കുന്നതാണ് എപ്പോഴും പിടിക്ക് നല്ലത്. നമുക്കെല്ലാം ഇതുപോലെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പിടിയുടെ ഉരുളകളെല്ലാം ശരിയായിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പിടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഈ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ പിടി എത്രയുണ്ടോ അതൊന്ന് ജസ്റ്റ് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം മതി. കൂടുതലാവേണ്ട ആവശ്യമില്ല. കൂടുതലായി ഇത് വറ്റി വരാൻ കുറേ നേരം എടുക്കും. അപ്പം പിടി അതുപോലെ തന്നെ അധികം വേവില്ലാത്ത ഒരു ഐറ്റമാണ്. നമ്മൾ ഓൾറെഡി തിളച്ച വെള്ളത്തിലാണല്ലോ കുഴച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അധികം നേരം കിടന്ന് വേവേണ്ട ആവശ്യവുമില്ല. വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന പിടിയെല്ലാം അതിലേക്കിടാം. ഈ ഒരു ലെവൽ മതി. അത് നമ്മൾ പിടി ഇട്ട് കഴിയുമ്പം എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കണം. അതുപോലെ നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് ശ്രദ്ധിച്ചു വേണം, കാരണം ഒന്നും ഉടഞ്ഞു പോകാൻ പാടില്ല. എല്ലാം കറക്റ്റ് ആയിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്നും മാറ്റി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ തിൻ കോക്കനട്ട് മിൽക്കും തിക്കായിട്ടെടുത്തും എടുത്തിട്ടുണ്ട്. അതിൽ 2ാം പാല് നമ്മളൊരു 2 കപ്പോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഇതിൽ കിടന്നിട്ട് വേണം നന്നായിട്ട് പിടി വെന്തു വരാൻ. തേങ്ങാപ്പാൽ കിടന്ന് തന്നെ പിടി വെന്തു വരിക. ഇപ്പം നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക. കാരണം നമ്മൾ പിടിയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ്. അതുകൊണ്ട് ആവശ്യമൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പതുക്കെ ഇളക്കി കൊടുക്കാവുള്ളൂ. പിടിയൊന്നും ഉടഞ്ഞു പോകാൻ പാടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാലിന് ഞാൻ കുറച്ച് ഒരു 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടീസ്പൂൺ റൈസ് ഫ്ലോർ ഇട്ട് കൊടുക്കുക. ഇതിട്ട് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തരിയില്ലാതെ നമ്മൾ അരിപ്പൊടി ഈ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമ്മൾ നേരത്തെ തിളച്ചുകൊണ്ടിരിക്കുന്ന പിടിയിലേക്ക് ചേർക്കണം. ഇത് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്കറിയാം ലിക്വിഡ് പോർഷൻ എല്ലാം നന്നായിട്ട് കുറുകി വരും. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ലിക്വിഡ് പോർഷൻ എല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച് വന്നതിന് ശേഷം, വെന്തതിന് ശേഷം മാത്രം നമ്മൾ 1-ാം പാല് 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, 1-ാം പാല് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇത് കൂടുതൽ നേരം കിടന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അതുകൊണ്ട് പിടിയും എല്ലാം കുറുകി വന്നതിന് ശേഷം മാത്രം 1-ാം പാല് ഒഴിക്കുക. ഇപ്പോൾ നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകേണ്ടത് ഇന്ന് വറുത്തരച്ച കോഴിക്കറിയാണ്. വറുത്തരച്ച കോഴിക്കറി അടിപൊളി കോമ്പിനേഷനാണ്. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഇത് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് നാരങ്ങാനീരാണ്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം തൈര് വേണമെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇതിനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരു ഉരുളിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 6-7 സവോള അരിഞ്ഞത്, അതുപോലെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിലൊരു 7 പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവോള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ വഴന്ന് വന്നതിന് ശേഷം മാത്രം നമ്മൾ കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, മീറ്റ് മസാല, ഇതെല്ലാം 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പൊടികളുടെ എല്ലാ ഒരു പച്ചമണം മാറുന്നിടം വരെ നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അതിൽ കുറച്ച് നേരം കിടന്ന് വേവണം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അതിൻ്റെ അകത്ത് വെള്ളം തിളച്ച് വരുമ്പോൾ വെള്ളം വരും. അത് നമ്മൾ കുറച്ചായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഒരു 1/4 വേവ് ഇതിൽ തന്നെ കിടന്ന് 1/4 വേവോളം ആയിക്കോളും ചിക്കൻ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തരയ്ക്കാനുള്ള തേങ്ങ പ്രിപ്പയർ ചെയ്യാം. അതിലേക്ക് ഞാനൊരു 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതുണ്ട്, അതുപോലെ തന്നെ വറ്റൽമുളക്, പിന്നെ കുറച്ച് പെരുംജീരകം. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. ഇതിലും നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വറ്റൽമുളക് ചേർക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമ്മൾ വറക്കണം. അത് തീ കൂട്ടിയിട്ട് പെട്ടെന്ന് വറുത്തെടുക്കരുത്. എല്ലാം ഒരുപോലെ വരത്തക്ക രീതിയിൽ നമ്മൾ ചെറുതീയിലിട്ട് തന്നെ ഇത് വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. ഇത് തണുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വെള്ളം ചേർത്ത് തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കാം.
നമ്മൾ നമ്മുടെ ചിക്കൻ്റെ അകത്തേക്ക് ഈ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി അതും കൂടി ചേർത്ത് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഇതിന് ചിക്കനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ തിളപ്പിക്കണം. നമുക്കിവിടെ എത്ര വെള്ളം വേണോ അതനുസരിച്ച് ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾറെഡി ഒരു 3/4 വേവ് ആയിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒത്തിരി ഗ്രേവി ആയിട്ട് കിടക്കേണ്ട ആവശ്യമില്ല. ഇതിന് നന്നായിട്ട് തിളച്ച് നമ്മുടെ എത്ര കുറുകി വരണോ അത്ര നേരം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുത്താൽ മാത്രം മതി. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് പിടിയും വറുത്തരച്ച കോഴിക്കറിയും അടിപൊളി ഫുഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.